ഹലോ, ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് എങ്ങനെയാണ് ഒരു പ്രഷർ കുക്കറിൽ എളുപ്പം ഒരു തക്കാളി ചോറ് റെഡിയാക്കി എടുക്കുന്നതെന്നാണ്. ഒതൻറ്റിക് തക്കാളി ചോറ് നല്ലെണ്ണ വെച്ചാണ് ഉണ്ടാക്കുന്നത്. എനിക്കതിൻ്റെ ടേസ്റ്റ് ഇഷ്ടമല്ലാത്തതുകൊണ്ട് ഞാനിവിടെ നെയ്യും ഓയിലുമാണ് യൂസ് ചെയ്തേക്കുന്നത്. അപ്പോൾ നമുക്ക് എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കിയാലോ. ആദ്യം തന്നെ ഒരു പ്രഷർ കുക്കർ അടുപ്പയിൽ വെച്ച് ചൂടാകുമ്പോൾ അതിലേക്ക് 1.5 ടേബിൾ സ്പൂൺ നെയ്യും 1/2 ടേബിൾ സ്പൂൺ ഏതെങ്കിലും ഒരു ഓയിലും കൂടെ ഒഴിച്ചു കൊടുക്കാം. ഇനി ഇതിലേക്ക് 1/4 ടീസ്പൂൺ കടുക്, 1/4 ടീസ്പൂൺ പെരിഞ്ജീരകം, 1 ഏലക്ക, 1 ഗ്രാമ്പു, 1 പട്ട. നമ്മളിതിന് ശേഷം ഇതിലേക്ക് ഗരം മസാല ആഡ് ചെയ്യുന്നുണ്ട്. അതുകൊണ്ടാണ് ഞാനിതെല്ലാം ഓരോ എണ്ണം ചേർത്തേക്കുന്നത്. കടുക് പൊട്ടിക്കഴിയുമ്പോൾ അതിലേക്ക് ഒരു ബേ ലീഫും 1/4 ടീസ്പൂൺ ഉഴുന്ന് പരിപ്പും കൂടെ നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. ഉഴുന്ന് പരിപ്പെല്ലാം ഒന്ന് നിറം മാറി ഗോൾഡൻ ബ്രൗൺ കളർ ആയതിനു ശേഷം അതിലേക്ക് 1 തണ്ട് കറിവേപ്പിലയും 2 പച്ചമുളകും കൂടെ ആഡ് ചെയ്ത് ഒരു 10 സെക്കൻഡ് ഒന്ന് സോട്ട് ചെയ്തെടുക്കാം. 10 സെക്കൻഡ് കഴിഞ്ഞ് അതിലേക്ക് ഒരു വലിയ സവാള ഹാഫ് സ്ലൈസ് ആക്കി അരിഞ്ഞതും കൂടെ ആഡ് ചെയ്ത് കൊടുത്തതിന് ശേഷം സവാള ഗോൾഡൻ ബ്രൗൺ കളറൊന്നും ആവണ്ട, പക്ഷേ ചെറുതായിട്ട് കളറ് മാറാൻ തുടങ്ങുന്നത് വരെ ഒന്ന് ഇളക്കി കൊടുക്കണം. ഞാനിതിലേക്ക് 1 ടീസ്പൂൺ ജിഞ്ചർ ഗാർലിക് പേസ്റ്റും കൂടെ ആഡ് ചെയ്തിട്ടുണ്ട്. വീഡിയോ ഓൺ ചെയ്യാൻ വിട്ടുപോയി. സവാളയുടെ നിറമെല്ലാം മാറി വരുമ്പോൾ തീ കുറച്ച് വെച്ച് അതിലേക്ക് 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1.5 ടീസ്പൂൺ കാശ്മീരി മുളക് പൊടി, 1/4 ടീസ്പൂൺ മല്ലിപ്പൊടി, 1/4 ടീസ്പൂൺ ഗരം മസാലയും കൂടെ ആഡ് ചെയ്ത് കൊടുത്ത് പച്ചമണം മാറാനായിട്ട് ഒരു 1-1.5 മിനിറ്റ് ചെറിയ തീയിൽ സോട്ട് ചെയ്തെടുക്കാം. പച്ചമണം എല്ലാം മാറിയതിന് ശേഷം അതിലേക്ക് 4 വലിയ പഴുത്ത തക്കാളിയാണ് ഞാനിവിടെ എടുത്തേക്കുന്നത്. തക്കാളിയെല്ലാം നന്നായി വെന്തുടയുന്നത് വരെ കുക്ക് ചെയ്തെടുക്കണം. ഒരു 1/4 ടീസ്പൂൺ ഉപ്പും കൂടെ ഈ സമയം നമുക്കിതിനകത്തേക്ക് ഇട്ട് കൊടുക്കാം. കുക്കറിൻ്റെ അടപ്പ് വെച്ചിട്ട് ചെറുതായിട്ട് കുക്കറൊന്ന് അടയ്ക്കാം. ലോക്ക് ചെയ്യണ്ട, ജസ്റ്റ് ഒന്ന് മേളിൽ വെച്ച് കൊടുത്താൽ മാത്രം മതി. ഇടയ്ക്കിടയ്ക്ക് തുറന്ന് ഇളക്കാൻ മറക്കരുത്. നോൺ സ്റ്റിക്ക് പാൻ അല്ലാത്തത് കൊണ്ട് അടുക്കി പിടിക്കാൻ സാധ്യതയുണ്ട്. തക്കാളിയെല്ലാം നന്നായി വെന്തുടയുന്നത് വരെ വേണം കുക്ക് ചെയ്തെടുക്കാൻ. തക്കാളിയെല്ലാം നന്നായി വെന്തുടഞ്ഞതിന് ശേഷം നമ്മൾ കഴുകി വാർത്ത് വെച്ചിരിക്കുന്ന ബസ്മതി റൈസ്, ഞാനിവിടെ എടുത്തിരിക്കുന്നത് 1 കപ്പ് ബസ്മതി റൈസാണ്. അത് നമുക്ക് ഇട്ട് കൊടുക്കാം. ബസ്മതി റൈസ് ഒരു 3-4 മിനിറ്റ് ചെറിയ തീയിലൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കുന്നുണ്ട് ഞാൻ. ഇനി ഇതിലേക്ക് 1 കപ്പ് അരിക്ക് 1.5 കപ്പ് വെള്ളമാണ് ഈ അരി വേവാൻ വേണ്ടിയിട്ട് നമുക്ക് ആവശ്യമുള്ളത്. വെള്ളം ഒഴിച്ചു കൊടുത്തതിന് ശേഷം ഒരു വലിയൊരു പിടി മല്ലിയിലയും കൂടെ ഇട്ട് കൊടുക്കാം. ഇനി ഇതിൻ്റെ ഉപ്പ് നമുക്കൊന്ന് ജസ്റ്റ് ഒന്ന് നോക്കാം. ആവശ്യത്തിന് ഉപ്പും കൂടെ ആഡ് ചെയ്ത് കൊടുക്കണം ഈ സമയത്ത്. ഇനി കുക്കർ അടച്ച് ഹൈ ഫ്ലെയിമിൽ 1 വിസിൽ. ആവിയെല്ലാം പോയതിന് ശേഷം കുക്കർ തുറന്ന് നോക്കാം. നമ്മുടെ തക്കാളി ചോറ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇത് മിക്സ് ചെയ്യുമ്പോൾ ഇളക്കുമ്പോൾ ശ്രദ്ധിക്കണം, ഒരുപാട് ഫോഴ്സിൽ ഇളക്കരുത്. വളരെ പതുക്കെ മാത്രമേ ചോറ് ഇളക്കിയെടുക്കാൻ പാടുള്ളൂ, അല്ലെങ്കിൽ അരിയെല്ലാം പൊട്ടിപ്പോകും. ഇപ്പോൾ നമ്മുടെ തക്കാളി ചോറ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഞാനിതിന് തക്കാളി ചോറ് എന്നാണ് പറയുന്നത്, പക്ഷേ എൻ്റെ വീട്ടിലെല്ലാവരും ഇതിന് തക്കാളി ബിരിയാണി എന്നാണ് പറയുന്നത്. എന്തായാലും ഈ റെസിപ്പി എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഫീഡ്ബാക്ക് അറിയിക്കണം. അപ്പോൾ ശരി, വേറൊരു വീഡിയോ ആയിട്ട് കാണാം.